നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഡൽഹി CJP സമരക്കാർക്കെതിരെ വിവാദ പരാമർശം. TG മോഹൻദാസ് അറസ്റ്റിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വൻ തിരിച്ചടി. ജാർഖണ്ഡ് PSCയിൽ കൂട്ടരാജി. വർഷകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം. കേരളം പേരുമാറ്റ ബില്ലടക്കം നിർണായക വിഷയങ്ങളിൽ ആകാംക്ഷയോടെ പാർലമെന്റ്. നീണ്ടകരയിൽ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 11ാം ദിനത്തിൽ. ഷിജിനും ജോണിനുമായി കടലിൽ പരിശോധന. വാർത്തകൾ വിശദമായി. വെടിവെപ്പ് സമരം അവസാനിപ്പിക്കണം പരാമർശം. TG മോഹൻദാസ് അറസ്റ്റിൽ. വിവാദ പരാമർശത്തിൽ സൈബർ പോലീസിന്റെ നടപടി. ഡൽഹി ജന്തർ മന്ദറിൽ പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമെതിരെ അധിക്ഷേപകരവും പ്രകോപനപരവുമായ പരാമർശങ്ങൾ നടത്തിയ കേസിൽ BJP ഭൗതിക വിഭാഗം മുൻ കൺവീനറും രാഷ്ട്രീയ നിരീക്ഷകനുമായ TG മോഹൻദാസിനെ തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി മട്ടാഞ്ചേരിയിലെ വസതിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തെ വിശദമായ ചോദ്യം ചെയ്യലിനും പരിശോധനകൾക്കും ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പത്രിക എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ച 30 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിലാണ് വിവാദ പരാമർശങ്ങൾ ഉയർന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ സമരം ചെയ്യുന്ന പ്രക്ഷോഭകർക്ക് നേരെ 3 തവണ മുന്നറിയിപ്പ് നൽകിയ ശേഷം വെടിവെപ്പ് നടത്തണമെന്നും 4 മണിക്കൂറിനുള്ളിൽ സമരം അവസാനിപ്പിക്കാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ഒപ്പം സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്കെതിരെ അധിക്ഷേപകരമായ വാക്കുകളും ഉപയോഗിച്ചതോടെ SFI, AISF തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തത്. കലാപശ്രമം, ഡിജിറ്റൽ വിദ്വേഷ പ്രചരണം, പൊതുജനമാധ്യമങ്ങളിൽ ഭയാന്തരീക്ഷമുണ്ടാക്കൽ എന്നിവ ഉൾപ്പെടെ ഭാരതീയ ന്യായ സംഹിതയിലെയും IT ആക്ടിലെയും വിവിധ വകുപ്പുകൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം മട്ടാഞ്ചേരിയിലെ വസതിയിൽ നിന്ന് ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്ത പോലീസ് സംഘം രാത്രിയോടെയാണ് മോഹൻദാസുമായി തലസ്ഥാനത്തേക്ക് തിരിച്ചതും പുലർച്ചെ 1:24 പോലീസ് ട്രെയിനിംഗ് കോളേജിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഞാനായിരുന്നെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊന്നേനെ, അവിടെ കൂട്ടബലാത്സംഗം നടന്നേനെ, അവിടെയുള്ള സ്ത്രീകൾ അതിന് പരാതി നൽകുമായിരുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് TG മോഹൻദാസ് വീഡിയോയിൽ പറഞ്ഞത്. DYFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ അറസ്റ്റിനെ സ്വാഗതം ചെയ്തെങ്കിലും നടപടികളിലെ കാലതാമസത്തെ വിമർശിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം TG മോഹൻദാസിനെ ഇന്ന് രാവിലെ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ജാർഖണ്ഡിൽ PSC പരീക്ഷാ ക്രമക്കേടിനെതിരെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും നടത്തുന്ന പ്രക്ഷോഭം നിർണായക വഴിത്തിരിവിൽ. ജാർഖണ്ഡിൽ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും തെരുവിലിറക്കിയ PSC പരീക്ഷാ ക്രമക്കേടിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതോടെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അവശേഷിച്ച 3 അംഗങ്ങളായ ഡോക്ടർ അജിത ഭട്ടാചാര്യ, ഡോക്ടർ അനിമ ഹൻസദ, ഡോക്ടർ ജമാൽ അഹമ്മദ് എന്നിവരും ഇന്നലെ തങ്ങളുടെ രാജി സമർപ്പിച്ചു. 16 ദിവസമായി വിദ്യാർത്ഥികളും യുവജന സംഘടനകളും നടത്തിവന്ന ശക്തമായ പ്രക്ഷോഭത്തിനൊടുവിലാണ് ഈ നടപടി. കേസുമായി ബന്ധപ്പെട്ട് ജൂലൈ 22-ന് രാജിവെച്ച മുൻ PSC ചെയർമാൻ കിങ്തയെ പോലീസ് 4 തവണ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ അംഗങ്ങളിലേക്ക് നീണ്ടതും എല്ലാവരുടെയും രാജിയിലേക്ക് വഴി തുറന്നതും. ഏപ്രിൽ 19-ന് നടന്ന ജാർഖണ്ഡ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തൊട്ടുമുൻപ് ചോദ്യപേപ്പർ ചോർന്നതായി തെളിവുകൾ പുറത്തുവന്നതിനെ തുടർന്ന് പരീക്ഷ പൂർണ്ണമായി റദ്ദാക്കുകയായിരുന്നു. ഈ കേസിൽ ക്രൈംബ്രാഞ്ചും പ്രാദേശിക പോലീസും നടത്തിയ അന്വേഷണത്തിൽ ഇതുവരെ 19 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡ് ലോക്താന്ത്രിക് ക്രാന്തികാരി മോർച്ചയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും തെരുവിൽ പാറ്റ മോഡൽ എന്ന വേറിട്ട രീതിയിൽ വഴി തടയലും ധർണയും സംഘടിപ്പിച്ച പ്രതിഷേധം ശക്തിപ്പെടുത്തുന്നത്. കമ്മീഷൻ അംഗങ്ങളുടെ രാജി സമരത്തിന്റെ വലിയൊരു വിജയമാണെങ്കിലും പൂർണ്ണമായി ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് പ്രക്ഷോഭകർ വ്യക്തമാക്കി. അതേസമയം സമരക്കാരുടെ 98% ആവശ്യങ്ങളും സർക്കാർ അംഗീകരിച്ചതായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി സുദീപ്യ കുമാർ അറിയിച്ചു. തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും 90 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ അടിയന്തരമായി ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 0-ൽ നിന്ന് കമ്മീഷനെ പുനഃസംഘടിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ രാജിവെച്ച അംഗങ്ങളെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സഭയിലെ അസാന്നിധ്യം രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അസാന്നിധ്യത്തെ ചൊല്ലി സഭയിൽ അനിശ്ചിതത്വവും പ്രതിപക്ഷ പ്രതിഷേധവും കനക്കുന്നു. സമ്മേളനം ഓഗസ്റ്റ് 13-ന് അവസാനിക്കാനിരിക്കെ അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രി സഭയിൽ എത്തുമെന്നാണ് ഭരണപക്ഷം വ്യക്തമാക്കുന്നത്. അതേസമയം കേരള സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള ചരിത്രപരമായ ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങൾ ലോക്സഭയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ്. കേരളം എന്ന പേര് മാറ്റാൻ 2024 ജൂൺ 24-ന് സംസ്ഥാന നിയമസഭ പാസാക്കി അയച്ച പ്രമേയത്തിന് ഈ വർഷം ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ആഭ്യന്തര മന്ത്രാലയം തന്നെ നേരിട്ട് അവതരിപ്പിക്കേണ്ട ഈ ബില്ലുകളുടെ കാര്യത്തിൽ അമിത്ഷാ എത്തിയില്ലെങ്കിൽ സഹമന്ത്രിമാർ ചുമതല ഏറ്റെടുത്തേക്കും. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് സഭയിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. ഇതോടൊപ്പം വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട മണ്ഡല പുനഃസംഘടനയ്ക്കുള്ള ഭരണഘടനാപരമായ ഭേദഗതി ബില്ലിന് ആവശ്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളും തുടരുകയാണ്. സമ്മേളനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ നിർണായക ബില്ലുകളുടെ ഭാവി എന്താകുമെന്ന ആകാംക്ഷയിലാണ് പാർലമെന്റ്. മുതലപ്പുഴയിൽ ഷിജിനായും വിഴിഞ്ഞത്ത് ജോണിനായും രാമേശ്വരം ഭാഗത്തും പരിശോധന വേണമെന്നാവശ്യപ്പെട്ട് ജോണിന്റെ കുടുംബത്തെ സന്ദർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. മുതലപ്പുഴയിലും വിഴിഞ്ഞത്തും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ ഇന്ന് 11ാം ദിവസത്തേക്ക്. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി ഇന്ന് കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റും തിരച്ചിൽ നടത്തും. കടലിലെ ഒഴുക്ക് തെക്കോട്ടായതിനാൽ തമിഴ്നാട് തീരങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനയുണ്ടാകും. എന്നാൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ നേവി ഇന്ന് രാവിലെ തിരച്ചിലിനിറങ്ങിയില്ല. INS കൽപ്പേനി നീണ്ടകരയിലേക്ക് മടങ്ങി ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിലിൽ പങ്കെടുക്കും. അതേസമയം വിഴിഞ്ഞത്ത് കാണാതായ പുല്ലുവിള സ്വദേശി ജോണിനായുള്ള തിരച്ചിൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഫിഷറീസ് വള്ളം ധീരയും കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അനഘും തിരച്ചിലിൽ പങ്കെടുക്കും. ഡോണിയർ വിമാനവും കന്യാകുമാരി വരെ വ്യോമ തിരച്ചിൽ നടത്തും. രാമേശ്വരം ഭാഗത്തും തിരച്ചിൽ നടത്തണമെന്നാണ് ജോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ അനുമതി തേടി 2 ദിവസം പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തിരച്ചിൽ വൈകുന്നതിൽ ഇരു കുടുംബങ്ങളും ശക്തമായ പ്രതിഷേധത്തിലാണ്. രാമക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയെന്ന ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് പ്രതിപക്ഷം വിഷയം പാർലമെന്റിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിലെത്തി നേരിട്ട് വിശദീകരണം നൽകണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. ക്ഷേത്രത്തിനകത്തുണ്ടായിരുന്ന സ്വർണം, വെള്ളി ആഭരണങ്ങൾ, പണം ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷണം പോയെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് ഖാർഗെ പറഞ്ഞു. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാമക്ഷേത്രത്തിന്റെ മേൽനോട്ടത്തിനായി ട്രസ്റ്റിനെ നിയോഗിച്ചതും ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം, പൂജകളുടെ തുടക്കം, കൊടിയേറ്റം തുടങ്ങിയ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയതും പ്രധാനമന്ത്രിയാണെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി. ആരോപണങ്ങൾ രാമക്ഷേത്രത്തിലും ശ്രീരാമനും വിശ്വാസമുള്ള സാധാരണ ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അവരുടെ മതവികാരത്തെ ഇത് വ്രണപ്പെടുത്തിയെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ പ്രതിപക്ഷം ഇടപെടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യമെന്നും അതിനാലാണ് കോൺഗ്രസ് വിഷയം ഏറ്റെടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘത്തിനെതിരെ സൈനിക നടപടി നടത്തിയതായി യമൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഹൂതികൾ നടത്തിയ ആക്രമണത്തിൽ 30ഓളം സർക്കാർ സൈനികർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് യമൻ സേനയുടെ തിരിച്ചടി. ഇറാൻ പിന്തുണയുള്ള ഹൂതി സായുധ സംഘങ്ങൾക്കെതിരെ സൈനിക നടപടി നടത്തിയതായി യമൻ പ്രതിരോധ മന്ത്രാലയം. വിവിധ പോരാട്ട മേഖലകളിൽ ഹൂതികൾക്കും അവരുടെ സൈനിക ശേഷികൾക്കുമെതിരെ നടപടി സ്വീകരിച്ചതായി യമൻ സായുധസേന വക്താവ് കേണൽ മജീദ് അൽ നുസൈലി വീഡിയോ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഹൂതികൾ യമന്റെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിക്കുകയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ തകർക്കുകയും ചെയ്തതായി യമൻ സേന ആരോപിച്ചു. വിദേശ താൽപര്യങ്ങൾക്കായി രാജ്യത്തെ പ്രാദേശിക സംഘർഷങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും ആരോപണമുണ്ട്. നേരത്തെ സർക്കാർ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു. മാരിബ്, ഹദ്രാമൌത്ത് മേഖലകളിലെ ആക്രമണങ്ങളിൽ 30ഓളം സർക്കാർ സൈനികർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള വൻ സൈനിക വിന്യാസങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നാണ് ഹൂതികളുടെ വാദം. യമനിലെ ആഭ്യന്തര സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നതിനിടെയാണ് ഇരു വിഭാഗങ്ങളും പരസ്പരം ആക്രമണങ്ങൾ ശക്തമാക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ തിരിച്ചുവരവ് ശക്തമാകുന്നു.
ഓഗസ്റ്റ് ആദ്യ വാരത്തിൽ മാത്രം വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരിയിൽ 12,921 കോടിയുടെ അറ്റ നിക്ഷേപം നടത്തി. ഓഗസ്റ്റ് മാസത്തിന്റെ ആദ്യ വാരത്തിൽ തന്നെ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിൽ മാത്രം 12,921 കോടി രൂപയുടെ വൻ അറ്റ നിക്ഷേപമാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികളിൽ നടത്തിയിരിക്കുന്നത്. ജൂലൈ മാസത്തിൽ സമാനമായി നടന്ന 17,700 കോടിയിലധികം രൂപയുടെ നിക്ഷേപ കുതിപ്പിനു ശേഷവും ഓഗസ്റ്റിൽ ഈ വാങ്ങൽ പ്രവണത തുടരുന്നത് വിപണിക്ക് വൻ ഉണർവ് നൽകുന്നുണ്ട്. 2026 തുടക്കത്തിൽ ഇന്ത്യൻ വിപണിയിൽ നിന്ന് വലിയ തോതിൽ പണം പിൻവലിച്ചിരുന്ന വിദേശ നിക്ഷേപകരുടെ സമീപനത്തിൽ വന്നിട്ടുള്ള വ്യക്തമായ മാറ്റമാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുൻ മാസങ്ങളിൽ സംഭവിച്ച വിപണി തിരുത്തലുകൾക്ക് ശേഷം ഇന്ത്യൻ ഓഹരികളുടെ മൂല്യം ആകർഷണമായി മാറിയതാണ് വിദേശ നിക്ഷേപകരെ വീണ്ടും ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഇതുകൂടാതെ രാജ്യത്തിന്റെ കരുത്തുറ്റ ആഭ്യന്തര സാമ്പത്തിക വ്യവസ്ഥയും വരും വർഷങ്ങളിലെ വളർച്ചാ സൂചികകളെക്കുറിച്ചുള്ള പോസിറ്റീവ് പ്രതീക്ഷകളും ഇവരിൽ വലിയ ആത്മവിശ്വാസമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ സാമ്പത്തിക നയങ്ങളും പലിശ നിരക്കുകളിലെ വ്യതിയാനങ്ങളും ഉൾപ്പെടുന്ന ആഗോള വിപണി സാഹചര്യങ്ങൾ ഇന്ത്യ പോലുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന വളർന്നുവരുന്ന വിപണിയിലേക്ക് മൂലധനം ഒഴുക്കിവിടുന്നതിന് കൂടുതൽ വഴിയൊരുക്കി. വിദേശ നിക്ഷേപകരുടെ ഈ തുടർച്ചയായ വാങ്ങൽ അന്തരീക്ഷം സെൻസെക്സ്, നിഫ്റ്റി തുടങ്ങിയ പ്രധാന ബെഞ്ച്മാർക്ക് ഓഹരി സൂചികകൾക്ക് ശക്തമായ പിന്തുണയും സ്ഥിരതയും നൽകുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഇതേ പോസിറ്റീവ് തരംഗവും വിദേശ പണമൊഴുക്കും തുടരുകയാണെങ്കിൽ ഇന്ത്യൻ ഓഹരി വിപണി വരും മാസങ്ങളിൽ പുതിയ സർവ്വകാല ഉയരങ്ങൾ കീഴടക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും വിപണി നിരീക്ഷകരുടെയും വിലയിരുത്തൽ. പരിശീലനത്തിനിടെ വിരലിന് പരിക്കേറ്റ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന് പൂർണ്ണ സജ്ജനാണെന്ന് പിൻ ബൌളിംഗ് കോച്ച് സായ്രാജ് ബഹുതുലെ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിന് ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ പൂർണ്ണ സജ്ജനാണെന്ന് ഇന്ത്യൻ സ്പിൻ ബൌളിംഗ് കോച്ച് സായ്രാജ് ബഹുതുലെ. പരിശീലനത്തിനിടെ വിരലിന് പന്ത് കൊണ്ടതിനെ തുടർന്ന് ഗില്ലിന് സന്നാഹ മത്സരത്തിന്റെ ആദ്യ 2 ദിവസം വിശ്രമം നൽകിയിരുന്നു. എന്നാൽ അവസാന ദിനം ബാറ്റിംഗിലിറങ്ങിയ ഗിൽ 54 പന്തിൽ 7 ഫോറുകളോടെ 44 റൺസ് നേടി മികച്ച തിരിച്ചുവരവ് നടത്തി. ഇന്ത്യക്ക് 207 റൺസ് വിജയലക്ഷ്യം അനായാസം മറികടക്കാനുള്ള അടിത്തറ ഒരുക്കുന്നതിലും ഗിൽ നിർണായക പങ്കുവഹിച്ചു. ഗില്ലിനെ ആദ്യ മത്സരങ്ങളിൽ മാറ്റി നിർത്തിയത് മുൻകരുതലിന്റെ ഭാഗമായിരുന്നുവെന്നും ഇപ്പോൾ താരം പൂർണ്ണ ആരോഗ്യവാനാണെന്നും ബഹുതുലെ വ്യക്തമാക്കി. ടെസ്റ്റ് മത്സരത്തിന് താരം പൂർണ്ണ സജ്ജനാണെന്നും ബഹുതുലെ കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15-ന് ഗാലയിലാണ് ഇന്ത്യ ശ്രീലങ്ക ആദ്യ ടെസ്റ്റ് ആരംഭിക്കുന്നത്. 2 മത്സരങ്ങളടങ്ങിയ പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിലെ വിജയം ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമായി. നന്ദി.